അമ്മയിലെ തർക്കങ്ങൾ മൂർച്ഛിച്ചതോടെ രാജ്യസന്നദ്ധത അറിയിച്ച് പ്രസിഡന്റ് ശ്വേത മേനോൻ. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി സഹിൻ പറയാം. സോണ, രൂക്ഷമായ ചർച്ചയായിരുന്നു അല്ലെങ്കിൽ തർക്കമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതായത് നിലവിലെ ഭരണസമിതിയിൽ അംഗങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തി. മാത്രമല്ല ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നത്. അത് നടൻ സിദ്ദിഖ്, ഒപ്പം തന്നെ ഇടവേള ബാബു, കൂടാതെ ബാബുരാജ് അടക്കമുള്ള ആളുകൾ രൂക്ഷമായ വിമർശനങ്ങൾ, ഒരു പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നു. ഇതിനൊടുവിലാണ് ശ്വേത മേനോൻ എഴുന്നേറ്റ് വന്ന് താൻ രാജി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ താൻ രാജിവെക്കാൻ തീരുമാനിച്ചു എന്നറിയിച്ചത്. എന്തായാലും ഇതോടുകൂടി ശ്വേത മേനോനെ ഒരു വിഭാഗം അനുനയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഈ പ്രശ്നത്തിലേക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും അമ്മയിലെ തർക്കം രൂക്ഷമായിരിക്കുന്നു. ഇന്ന് ഇതുവരെയും ജനറൽ ബോഡിയിൽ കാണാത്ത രീതിയിൽ പരസ്പരം രണ്ട് ചേരികളായി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഒരു വിഭാഗം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. കാരണം കണക്കിൽ വലിയ കള്ളക്കളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. 45 ദിവസത്തെ സമയമായിരുന്നു ശ്വേത മേനോൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതുപോലും കൊടുക്കാൻ അംഗങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ഭരണസമിതിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ശ്വേത മേനോൻ താൻ രാജി പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചത്. അതോടുകൂടി തന്നെ മറ്റൊരു വിഭാഗം ശ്വേത മേനോനെ അനുനയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. മോഹൻലാൽ ഉച്ചയ്ക്ക് മുന്നേ ഇടപെട്ടിരുന്നു ഈ പ്രശ്നത്തിൽ. താരസംഘടനയെ തകർക്കാൻ അല്ലെങ്കിൽ അമ്മയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് മോഹൻലാൽ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ വലിയ തർക്കത്തിലേക്ക് പോവുകയും ശ്വേത മേനോൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജിയിലേക്ക് അല്ലെങ്കിൽ രാജ്യപ്രഖ്യാപനം നടത്തുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഒരു വിഭാഗം ശ്വേത മേനോനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹിൻ, കണക്കുകൾ പരിശോധിക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്നായിരുന്നു ശ്വേത മേനോൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ മറ്റംഗങ്ങൾ തയ്യാറാകാത്തതിന്റെ ഒരു പ്രഷറിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കാം. അത് മാത്രമല്ല ഭരണസമിതിയെ ആകെ പിരിച്ചുവിടണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ആ ഒരു തർക്കം രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്വേത മേനോൻ അടക്കമുള്ള ആളുകൾ രാജിവെക്കണം, പകരം പുതിയൊരു അഡോക് കമ്മിറ്റി വേണം. മാത്രമല്ല വാർഷിക റിപ്പോർട്ട് അനുവദിക്കില്ല, വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു. കണക്കിലെ ചില തെറ്റുകളുണ്ട്, കണക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെറ്റായ കണക്കുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ കണക്ക് വരാതെ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ശക്തമായ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശ്വേതയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ അവിടെ ആ യോഗത്തിൽ തുടരുന്നത്? എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ സ്ഥിതി? ശ്വേത മേനോനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് മോഹൻലാൽ അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ താൻ പിന്നോട്ട് പോകില്ല, താൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് ശ്വേത മേനോൻ മാറിയിരിക്കുന്നു. ശക്തമായ എതിർപ്പ് അവർക്ക് ഇത് നേരിടേണ്ടതായി വന്നു. ഭരണസമിതിയിലെ മുഴുവൻ ആളുകൾക്കും ഈ എതിർപ്പ് നേരിടേണ്ടതായി വന്നു. ഈ ഭരണസമിതി പിരിച്ചുവിട്ട പുതിയ ഭരണസമിതി വന്നം എന്നുള്ളൊരു നിലപാട് ഒരു കൂട്ടർ സ്വീകരിച്ചു. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ എതിർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയിലെ തർക്കങ്ങൾ മൂർച്ഛിച്ചതോടെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് പ്രസിഡന്റ്. ഇപ്പോൾ അവിടെ അനുനയ നീക്കങ്ങൾ തുടരുകയാണ്.